ഇപ്പോൾ ഇന്ത്യൻ നയതന്ത്രത്തിന് കാര്യമായൊരു കീറാമുട്ടിയുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഒരു ചേരിയിലും ചേരാത്ത നയമാണ് ഇന്ത്യ. നോൺ അലൈൻമെൻറ്റ്, ചേരാത്ത നയമാണ് നമ്മുടെ ഔദ്യോഗികമായ നയം. എന്നാൽ അമേരിക്കയും റഷ്യയും തുല്യ അകലത്തിൽ നിർത്തുകയും തുല്യ അടുപ്പത്തിൽ നിർത്തുകയും ചെയ്ത് നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കത്തിന് പരിക്കേൽക്കുന്നു അമേരിക്കയിൽ നിന്ന്. അമേരിക്കയുടെ ഈ അടുത്ത സമയത്തായി നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ ഇന്ത്യയെ വല്ലാതെ അലോസരപ്പെടുന്നു. ഇന്ത്യക്ക് മേൽ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുക മാത്രമല്ല, അത് വിറ്റ് വലിയ ലാഭം ഉണ്ടാക്കുന്നുവെന്നും ട്രംപ് സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. യുക്രൈനിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ലെന്ന കുറ്റപ്പെടുത്തലും സമാധാന സ്നേഹിയായ ഡൊണാൾഡ് ട്രംപിനുണ്ട് എന്നുള്ളത് പരിഹാസ്യമാകുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഇത്രയും വലിയ ആയുധ കച്ചവടം ചെയ്യുന്ന ഒരു രാജ്യം മറ്റുള്ളവരുടെ വിനാശത്തെക്കുറിച്ച് പരിതപിക്കുന്നതും ചരിത്രത്തിൽ ഏറ്റവും വലിയ പരിഹാസമായി മാറുന്നു. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയുടെ തീരുവ 25% ഉയർത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിന് പെനാൽറ്റി ചുമത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത്. ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ കൂടിയായ വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ ഇന്ത്യയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ ഈ യുക്രൈൻ യുദ്ധം സ്പോൺസർ ചെയ്യുന്ന രാജ്യമെന്ന കടുത്ത ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു പടി കൂടിയൊക്കെ കടന്ന് ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല, വാങ്ങിയ എണ്ണയുടെ ഭൂരിഭാഗവും വലിയ ലാഭത്തിന് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കടുത്ത ആരോപണമാണ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. റഷ്യൻ സൈന്യം യുക്രൈനിൽ എത്ര പേരെ കൊല്ലുന്നുണ്ടെങ്കിലും അതൊന്നും ഇന്ത്യക്ക് പ്രശ്നമല്ല. ഇക്കാരണത്താൽ ഇന്ത്യ USA നൽകുന്ന താരിഫ് വലിയ തോതിൽ ഉയർത്തുമെന്നുള്ള ഒരു പുതിയ ഭീഷണി കൂടി ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ വിമർശനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് വളരെ ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. US-ഉം അതുപോലെ യൂറോപ്യൻ യൂണിയനും ഒക്കെ റഷ്യയുമായിട്ട് വലിയ വ്യാപാര ബന്ധം തുടരുമ്പോൾ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തി വിമർശിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചത്. യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഈ എണ്ണ ഇറക്കുമതി തീരുമാനത്തെ അന്നത്തെ അമേരിക്കൻ ഗവൺമെന്റ് വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആഗോള എണ്ണ വിപണിയിലൊക്കെ സ്ഥിരത കാത്തുസൂക്ഷിക്കുവാൻ ഇന്ത്യയുടെ നിലപാട് സഹായിച്ചിരുന്നു എന്നായിരുന്നു അന്നത്തെ അമേരിക്കൻ നിലപാടെന്നാണ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും അതുപോലെ അത് താങ്ങാവുന്ന വിലയിൽ എണ്ണ ലഭ്യമാക്കേണ്ടതിന്റെയൊക്കെ ആവശ്യകതയൊക്കെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അത് മാത്രമല്ല, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ആഗോള വിപണിയിൽ എണ്ണവില വർധന തടയുന്നതിന് സഹായകമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അത് മാത്രമല്ല, രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്. 1.4 ബില്യൺ ജനങ്ങളുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. 90% എണ്ണയും ഇന്ത്യ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയുമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു വിഷയം അമേരിക്കൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്, പഹൽഗാം വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഷയം പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് അവകാശവാദത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞതാണ് ഒരുപക്ഷെ ട്രംപിനെ പ്രകോപിപ്പിച്ചതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ അധികാരമേറ്റ ഉടനെ തന്നെ ട്രംപ് അധികാരമേറ്റപ്പോൾ തന്നെ നരേന്ദ്രമോദി വാഷിംഗ്ടണിൽ എത്തിയപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് 1 മണിക്കൂർ മുമ്പ് തന്നെ ഇന്ത്യയുടെ തീരുവയെ പറഞ്ഞ് വിമർശിക്കുകയുണ്ടായി. അത് മാത്രമല്ല, നരേന്ദ്രമോദി തിരിച്ച് ഇന്ത്യയിൽ എത്തും മുമ്പ് തന്നെ അനധികൃത കുടിയേറ്റക്കാരുമായിട്ടുള്ള വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആ ഊഷ്മള ബന്ധം എന്നേ വഷളായി എന്ന് വേണം കരുതാൻ. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.